നമ്മളുടെ അഹങ്കാരത്തെ നിഗ്രഹിച്ച് ശത്രുഭാവത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് സമമായിരിക്കുന്ന ധീയിലേക്ക് ഒരു മനുഷ്യനെ മഹാവിഷ്ണുവിൻ്റെ അവതാരമാക്കി മാറ്റുവാൻ, മഹാവൃക്ഷ പ്രകൃതിയുടെ അവതാരമാക്കി മാറ്റുവാൻ അത്രയും സത്വഗുണമാണ് മഹാവൃക്ഷ പ്രകൃതിക്കുള്ളത്. ആ സത്വഗുണത്തിലേക്ക് മനുഷ്യനെ എത്തിച്ചിട്ട് അവൻ്റെ സാത്വിക ഭാവത്തിലോട്ട് ക്ഷേത്രത്തിൽ വരുമ്പോൾ തന്നെ നമുക്കറിയാം ശവാഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല, ശിവത്വമായിരിക്കണം നമ്മളുടെ പരമമായിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ആ ശിവത്വത്തിലൂടെ നമ്മൾ സത്വഗുണത്തിലേക്ക് എത്തുന്നു. ആ സത്വഗുണത്തിലേക്ക് എത്തിയാൽ മാത്രമാണ് ഈ ഭൂമിക്ക് തമോ ഗുണം ഉണ്ടാവുള്ളൂ. തമോ ഗുണം എന്ന് പറഞ്ഞാൽ മണ്ണിനെയും ജലത്തിനെയും ചേർത്ത് വയ്ക്കുന്ന ഗുണമാണ്. ആ തമോ ഗുണത്തെ ഭൂമിയിൽ നിലനിർത്തിയാൽ മാത്രമാണ് അതിൽ നിന്ന് സത്വഗുണം വിരിയുള്ളൂ. ആ സത്വഗുണത്തിൻ്റെ നാഭിയിൽ നിന്നാണ് രജോ ഗുണം ജനിക്കുന്നത്, ബ്രഹ്മശക്തി ജീവലോകം ജനിക്കുന്നത്. അപ്പോൾ അതിനെ ജനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മഹാവൃക്ഷ പ്രകൃതിക്കൊപ്പം ചേരുകയാണ് സത്വഗുണത്താൽ. അപ്പോൾ നാരത്തെ അയനം ചെയ്യിപ്പിക്കുവാൻ ജ്ഞാനം കൊണ്ടും ബോധ്യമായിരിക്കുന്ന ബാധ്യതയുള്ളവനായിട്ട് മനുഷ്യനെ മാറ്റണമെങ്കിൽ ഈ അഹങ്കാരവും ശത്രുഭാവവും വിട്ടിട്ട്, മനുഷ്യൻ്റെ ഉള്ളിലാണ് ശത്രു. മനുഷ്യൻ ആ മനസ്സിനെ വിഷ്ണുവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട്, നമ്മുടെ മനസ്സിലിരിക്കുന്ന ദേവതാ സങ്കല്പം എന്ന് പറഞ്ഞാൽ കുട്ടിച്ചാത്തനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളോ അല്ല. ശിരോ ബ്രഹ്മഹൃദ്യോ വിഷ്ണു ദിപാദേശിവോ, നമ്മുടെ ഹൃദയത്തിലിരിക്കുന്നത്, ഹൃദയം തുടിക്കുന്നതിന് കാരണമായിരിക്കുന്നത് ഈ ഹരിതലോകമാണ്, വൈഷ്ണവലോകമാണ്. അപ്പോൾ നമ്മളുടെ ഹൃദയത്തിലിരിക്കുന്ന ദേവൻ എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയോ നമുക്ക് ഇഷ്ടപ്പെട്ട കാടനോ മാളനോ മറുതയൊന്നും അല്ല, പറ്റില്ല. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടത് ആളല്ല അകത്തിരിക്കുന്നത്, വിഷ്ണുവാണ് ഇരിക്കുന്നത്. ഏത് ശിവഭക്തൻ്റെയും ഹൃദയത്തിലിരിക്കുന്നത് വിഷ്ണുവാണ്. എങ്കിൽ മാത്രമാണ് ആ ശിവദേഹമായിട്ട് ആ ദേഹം നിൽക്കുള്ളൂ. വിഷ്ണു പ്രവർത്തനം നിർത്തിയാൽ, വിഷ്ണുവിൻ്റെ ആ ശ്വസന സ്വഭാവം നിർത്തിയാൽ ശവമാവും. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പ്രകൃതിയിലേക്ക് സുലഭമായി കിട്ടുന്നതാണ് ഇപ്പോഴത്തെ ഒരു ധാരണ. ഇതൊന്നും ചെയ്തില്ലെങ്കിലോ വായു കിട്ടുന്നുണ്ടല്ലോ, അത് തന്നിട്ടാണോ കിട്ടുന്നത്, ആരെങ്കിലും ഉൽപ്പാദിപ്പിച്ചാണോ കിട്ടുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോഴത്തെ ഈ ആളുകൾ ചോദിക്കുന്നത്. അത് പ്രപഞ്ചത്തെ അറിയാത്തതുകൊണ്ടാണ്. പ്രപഞ്ചത്തിൻ്റെ വായു സ്വഭാവത്തിൻ്റെ സത്വഗുണത്തിന് കാരണം വൈഷ്ണവ ശക്തിയാണ്, ഹരിതലോക ശക്തിയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ്. അതെന്താ വലിയൊരു പ്രശ്നം എന്നാണെന്നറിയോ? എന്തിനാണ് നമ്മൾ ഈ പ്രപഞ്ചത്തേക്ക് അറിയാൻ പോകുന്നത്? നമ്മൾ കുറച്ചു കാലം ജീവിക്കുന്നുള്ളൂ, അത് അടിച്ചുപൊളിച്ച് ജീവിക്കണ്ടേ? പ്രപഞ്ചത്തെ അറിഞ്ഞ് ജീവിച്ചിട്ടുള്ള കാര്യം ഇങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. അവരോടൊന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. അവർ മനുഷ്യനെന്ന് പറയാൻ പറ്റില്ല. മനനം ചെയ്യുവാൻ ശേഷിയുള്ള, മനുഷ്യൻ ചെയ്യുവാൻ ശേഷിയുള്ളവരുടെ പേരാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ നമ്മൾ തിരുത്താൻ പറ്റില്ല. വേദം എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ലല്ലോ. എല്ലാവർക്കും വേണ്ടിയിട്ടാണോ വേദം? അല്ല. അപ്പോൾ ഇത് ജീവലോകത്തെ സ്നേഹിക്കുന്ന, ആത്മീയതയുമായിട്ട് ബന്ധമുള്ളവർക്ക് മാത്രമാണ് ഈ സിലബസ് ഉള്ളത്. ഭൗതികതയിൽ ജീവിക്കുന്നവരുണ്ട്, ജൈവികതയിൽ ജീവിക്കുന്നവരുണ്ട്, ആത്മീയതയിൽ ജീവിക്കുന്നവരുണ്ട്, സ്പിരിച്വലി മെന്റലി. അല്ല, അവരെല്ലാം ജീവിക്കണമെങ്കിലും ഈ സത്യവിടെ വേണമല്ലോ. വേണം. പക്ഷെ ഇതിനെ ഈ രീതിയിൽ സംസാരിക്കുന്നവരോട് നമുക്കത് പറയാനില്ല. കാരണം ആത്മീയത എന്ന് പറയുന്നത് അറിവാണ്. അറിവിനെ സ്വീകരിക്കാതെ ജീവിക്കാൻ, അറിവിനെ സ്വീകരിച്ചാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നവരുണ്ട്. വേദത്തെ ഗ്രഹിച്ചാൽ ഇന്നുവരെയുള്ള മുഴുവൻ ജീവിത രീതിയും മാറ്റേണ്ടി വരുമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോട് ഒന്നും പറയാനില്ല. ബോധപൂർവമാണത്. ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും പറയും ജാതി വളരെ ചോദിക്കുന്നതും പറയുന്നതും തെറ്റാണ്, വളരെ മോശമാണെന്ന് പറയും. ജാതി സംഘടനയിൽ വർക്ക് ചെയ്യും. ജാതിവാദമാണ് അവർ പറയുന്നത്. തൊട്ടുകൂടാത്ത ജാതി വ്യവസ്ഥയേക്കാൾ ഭീകരമാണ് മതവാദം. ജാതിവാദത്തെക്കാൾ അപകടം മതവാദത്തിനാണ്. പക്ഷേ മതത്തിൽ വിശ്വസിക്കുന്നവർ മതവാദികളാണ്. ഇത് രണ്ടിനേക്കാൾ അപകടകാരിയാണ് നിരീശ്വരവാദികൾ. അപ്പൊ ഈ 3 തരത്തിലുള്ള ആളുകളോടും നമുക്കൊന്നും പറയാനില്ല, വേദത്തിനൊന്നും പറയാനില്ല. ഇല്ല. അവർ വേദത്തിലേക്ക് വരുന്നെങ്കിൽ മാത്രമേ അവർക്ക് ആവശ്യം. അവരെപ്പോഴും അഭിപ്രായത്തിൽ വന്ന് നിൽക്കുകയാണ്. മതം അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിനപ്പുറത്തേക്ക് അറിവിനെ സ്വീകരിക്കുവാനുള്ള ശേഷി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത്തരക്കാരോടല്ല നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ക്ഷേത്രത്തിന്റെ പ്ലാനിനെ കുറിച്ച് അറിയേണ്ടതേ ഇല്ല. മതങ്ങൾക്ക് പ്രവേശനം ഇല്ലാത്ത മതിൽക്കകമാണ്, മതത്തിന്റെ മതിൽക്കകമാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. എത്ര അതെയാണ്. അപ്പൊ ക്ഷേത്രം ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെത് മാത്രമാണോ? സർവശാസ്ത്ര നിലയമാണ്. ജന്തുലോകത്തിൻ്റെത് മാത്രമല്ല, സസ്യലോകത്തിൻ്റെയും യുഗ്മസഞ്ചാരം സാധ്യമാകുന്നതാണ്. അദ്വൈതമാണ് അത് പറയുന്നത്, ദ്വൈതമല്ല പറയുന്നത്. രണ്ടെന്നുള്ള ഭാവം എന്ന് പറയുന്നത് ജീവാത്മാ പരമാത്മാ എന്നുള്ള ഭേദമാണ്. ഇത് അദ്വൈത സിദ്ധാന്തത്തിലാണ്, ത്രേത സിദ്ധാന്തത്തിലാണ്. അതായത് ദൈവ ജൈവ ശൈവ ഗണങ്ങളെ ചേർത്ത് വെച്ച്
ജീവാത്മാവിനെയും പരമാത്മാവിനെയും യുഗ്മസഞ്ചാരം ചെയ്യിക്കുവാനുള്ള വണ്ടിക്കാരനായിട്ട് മനുഷ്യനെ മാറ്റുന്ന ആ ജ്ഞാനിയായിട്ടുള്ള മനനശാലിയായിട്ടുള്ള മനുഷ്യന് വേണ്ടിയിട്ടുള്ള തന്ത്രമന്ത്ര യന്ത്രാദികളെ കൊണ്ട് ഒരു യന്ത്രം പോലെ ഈ ഭൂമിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ശാസ്ത്ര ചിന്താ പദ്ധതിയുടെ ഭാഗമാണ്. അതും സർവശാസ്ത്ര ചിന്താ പദ്ധതിയുടെ ഭാഗമാണ് ക്ഷേത്രം. അപ്പോൾ എൻ്റെ അറിവ് വെച്ച്, അല്ല നമ്മൾ വായിച്ചോ മുൻകൂട്ടിയുള്ള അറിവ് വെച്ച്, ക്ഷേത്രങ്ങള് ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം പ്രവേശനമുള്ളൊരു സ്ഥലമായിട്ടാണല്ലോ കണ്ടുവരുന്നത്. ക്ഷേത്രം എന്തുകൊണ്ടാണ് അങ്ങനെ? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും അനുസരിക്കുന്ന ആ ക്ഷേത്രത്തിൻ്റെ ആചരണ പദ്ധതികളെക്കുറിച്ച് ബോധ്യമുള്ള ആ ദേശത്തിൻ്റെ ശിവദേഹത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ശുദ്ധമായിട്ടുള്ള ആത്മാവും ശുദ്ധമായിട്ടുള്ള ശരീരവും ശുദ്ധമായിട്ടുള്ള മനസ്സുമുള്ള ഏതൊരു വ്യക്തി, അതായത് മനസ്സ്, വാക്ക്, പ്രവൃത്തി എന്നിവ ശുദ്ധമായി കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ ആചരണ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആ സമയത്ത് ആ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിധേയമായിട്ട് ഏതൊരു വ്യക്തിക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാം. അതാണ്. അതെ, അത് ഏതെങ്കിലും സമയത്ത് എനിക്ക് ഇന്ന സമയത്ത് കയറണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. നേദ്യത്തിന്റെ സമയത്ത് ആചരണം ഉണ്ടല്ലോ, അതായത് അവരുടെ പ്ലാൻ ഉണ്ടല്ലോ. ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് എപ്പോഴും എവിടെയും കയറി ചെല്ലാനുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം നേദ്യത്തിന്റെ സമയത്ത് എത്ര വലിയ ആളാന്ന് പറഞ്ഞാൽ പുറത്ത് നിൽക്കണം. ക്ഷേത്രത്തിൻ്റെ അകത്ത് ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ള തന്ത്രമന്ത്ര യന്ത്രാദികളാൽ കൊരുത്തിരിക്കുന്ന സമയവും ആചാരവും അനുഷ്ഠാനവും പ്രദക്ഷിണവും മന്ത്രവും എല്ലാം ഉണ്ട്. ഇത് ഭരണഘടനയ്ക്ക് വിധേയമല്ലല്ലോ. ഭരണഘടന എന്നാണ് ഉണ്ടായത്? ഇത് സനാതനമായി നിലനിൽക്കുകയല്ലേ. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭരണഘടനയ്ക്ക് ഏത് രാഷ്ട്രത്തിനും ലോകത്തിന്റെ മൊത്തമായിട്ടുള്ള ഭരണഘടനയ്ക്ക് അതീതമാണ് ക്ഷേത്രങ്ങൾ. ഈ രാജ്യം എത്രയായിട്ട് വെട്ടി വിഭജിക്കപ്പെട്ടാലും, ഏതെല്ലാം ഭരണാധികാരികൾ വന്നാലും, എത്ര ആളുകൾ അടക്കി ഭരിച്ചാലും, ഏതെല്ലാം സിലബസുകൾ ഇവിടെ അടിച്ചേൽപ്പിച്ചാലും, ഭരണഘടനയിലെ ഏതെല്ലാം വകുപ്പുകൾ മാറി തിരിഞ്ഞു വന്നാലും, ഭരണഘടന തന്നെ ഇല്ലാതായാലും സനാതനമായി ക്ഷേത്രങ്ങൾ നിലനിൽക്കും. ക്ഷേത്രത്തിന്റെ പ്ലാനിന് മാറ്റമില്ല. ഇല്ല, അത് ജനിത ഘടനയ്ക്ക് അനുസരിച്ച് തന്നെ പോകും. അത് തന്ത്രത്താലും മന്ത്രത്താലും പ്രകൃതിയുടെ ആ ഈണത്തിനനുസരിച്ച് തന്നെ പോകും. അതെ, നമ്മൾ രണ്ടുപേരും വലത് സൈഡിലാണ് ബട്ടൺസ് വെച്ചിരിക്കുന്നത്, ഇടത് സൈഡിലാണ് ബട്ടൺസ് പോകും. ഈ ഇടത് സൈഡിലാണ് പോക്കറ്റ് വരിക, അല്ലേ? അപ്പോൾ നമ്മൾ വലത്തൂടാണ് ഇവിടെ മുണ്ടുകൊടുക്കുക. ഇതെല്ലാം കാറ്റിൻ്റെയും കാലാവസ്ഥയുടെയും അനുസരിച്ചിട്ടാണ് ആ വസ്ത്രധാരണ രീതി. ഇത് തിരിഞ്ഞാണെങ്കിൽ അങ്ങയുടെ വിയർപ്പ് എനിക്ക് ശ്വസിക്കേണ്ടി വരും. എൻ്റെ ശ്വസനത്തിന് അത് തടസ്സം സൃഷ്ടിക്കും. എപ്പോഴും നമ്മൾ ഒരുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ കാറ്റിനും കാലാവസ്ഥയ്ക്കും ഒക്കെ അനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത്. അല്ലാതെ അതിനനുസരിച്ചിട്ടാണ് ഈ ക്ഷേത്ര സംവിധാനങ്ങളെല്ലാം. അങ്ങനെ പറയുമ്പോൾ ആ ക്ഷേത്രത്തിലെ ദേവത, ദൈവം എന്ന് പറയുന്നത് ഈ കാറ്റും ഈ മണ്ണും ജലവും വായുവും അഗ്നി ആകാശവും. അതെ. അപ്പൊ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു.